ഇന്ന് മകരവിളക്കാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. മകരവിളക്ക് ദർശനത്തിനൊരുങ്ങുകയാണ് സന്നിധാനം. പർണശാലകൾ കെട്ടി ആയിരക്കണക്കിന് ഭക്തർ സന്നിധാനത്ത് മകരവിളക്ക് ദർശനത്തിനായി കാത്തിരിക്കുകയാണ്. സുരക്ഷയ്ക്കായി 5000 പോലീസുകാരെ വിന്യസിച്ചിട്ടുണ്ട്. വൈകിട്ട് 6:15 തിരുവാഭരണ ഘോഷയാത്ര കുടിമര ചുവട്ടിലെത്തും. മകരവിളക്ക് ദർശനത്തിന് ശേഷം ഭക്തരെ സുരക്ഷിതമായി തിരിച്ചിറക്കുന്നതിന് കൃത്യമായ എക്സിറ്റ് പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. സന്നിധാനത്ത് നിന്നും അർജുൻ മട്ടന്നൂരും പ്രവീൺ പുരുഷോത്തമനും പമ്പയിൽ നിന്ന് റിനു ശ്രീധറും നമുക്കൊപ്പം ചേരുന്നു. ആദ്യം ഞാൻ റിനു ശ്രീധറിലേക്ക് പോകുന്നു. പമ്പയിൽ നല്ല തിരക്കുണ്ടോ റിനു? ഗുഡ് മോർണിംഗ്. ഡോക്ടർ അരുൺകുമാർ, ശരണമന്ത്രങ്ങളാൽ മുഖരിതമാണ് പമ്പയും സന്നിധാനവും എല്ലാം. ഞാനിപ്പോൾ നിൽക്കുന്നത് പമ്പ നദിയുടെ തൊട്ട് സമീപത്താണ്. അയ്യപ്പന്മാരെല്ലാം തന്നെ ഇവിടെ വന്ന വിരിവെച്ച് കാത്തിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇവിടെ നിന്ന് മകര വിളക്ക് ദർശിക്കുന്നതിന് വേണ്ടി 3 പോയിന്റുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഹിൽ ടോപ്പ്, അതുപോലെ തന്നെ ഹിൽ ടോപ്പിന്റെ മധ്യഭാഗം, അതുപോലെ തന്നെ വലിയനാവട്ടം എന്നീ 3 പ്രദേശങ്ങളാണ്. 10 മണിക്ക് ശേഷം പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് അയ്യപ്പന്മാരെ കടത്തിവിടില്ല എന്നുള്ളതാണ് ദേവസ്വം ബോർഡും പോലീസും അറിയിച്ചിട്ടുള്ളത്. രാവിലെ 7:30 മണി മുതൽ നിലയ്ക്കൽ നിന്ന് വാഹനത്തിന്റെ ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 12 മണി മുതൽ വാഹനങ്ങൾ ഒന്നും തന്നെ പമ്പയിലേക്ക് കടത്തിവിടുകയുമില്ല. ഇങ്ങനെയാണ് തിരക്കുകൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്രമീകരണം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉള്ളത്. ഏകദേശം 5000-ലധികം പോലീസുകാരെയാണ് പമ്പയിലും സന്നിധാനത്തും നിലയ്ക്കലും ഒക്കെയായി വിന്യസിച്ചിരിക്കുന്നത്. പുലർച്ചെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴാണ് 4:30 മണിയോടുകൂടി അട്ടത്തോട് വെച്ച് തിരുവാഭരണ ഘോഷയാത്രയെ കണ്ടിരുന്നു. ഈ ഘോഷയാത്ര വൈകുന്നേരം 5 മണിക്ക് ശരംകുത്തിയിലെത്തും, 6 മണിക്ക് കൊടിമര ചുവട്ടിലേക്ക് എത്തും എന്നുള്ളതാണ് ക്രമീകരിച്ചിരിക്കുന്നത്. എന്തായാലും എല്ലാ രീതിയിലുള്ള ഒരുക്കങ്ങളും പൂർത്തീകരിച്ചിട്ടുണ്ട്. അല്പസമയം കൂടി കഴിയുമ്പോൾ ഏകദേശം 10 മണിയാകുമ്പോഴേക്കും പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്കുള്ള അയ്യപ്പന്മാരുടെ ഒഴുക്ക് നിൽക്കും. അവിടെ തടസ്സപ്പെടുത്തും എന്നുള്ളതാണ്, അവിടെ തടഞ്ഞു നിർത്തും. അതുവരെ യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടായില്ല. കാരണം 2 ലക്ഷത്തിലധികം അയ്യപ്പ ഭക്തന്മാർ സന്നിധാനത്ത് ഇപ്പോൾ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ദേവസ്വം ബോർഡിന്റെ ഒരു കണക്കുകൂട്ടൽ. അതുകൊണ്ട് തന്നെ സുരക്ഷ വലിയ രീതിയിലുള്ളൊരു ബുദ്ധിമുട്ട് ഉണ്ടാക്കും. അതുകൊണ്ടാണ് ഈ പമ്പയിൽ ക്രമീകരിച്ചിരിക്കുന്നത്, അതായത് അവരെ തടയുന്നത്. അതിനുശേഷം 5 മണിക്ക് ശരംകുത്തിയിൽ ഈ തിരുവാഭരണ ഘോഷയാത്ര എത്തിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പമ്പയിൽ നിന്ന് വീണ്ടും അയ്യപ്പന്മാരെ മുകളിലേക്ക് കടത്തിവിടും എന്നുള്ളതാണ് ദേവസ്വം ബോർഡ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും തിരികെ അവർക്ക് പമ്പയിലേക്ക് എത്തുന്നതിന് വേണ്ടി വലിയ രീതിയിലുള്ള ഒരു എക്സിറ്റ് പ്ലാൻ. കാരണം ചെറിയ രീതിയിലെങ്കിലും അപകടങ്ങളൊക്കെ ഉണ്ടാകുന്നത് അത്ര വലിയ തിരക്ക് റിനുവിന്റെ പിന്നിൽ കാണാനില്ല. എനിക്കൊന്ന് ഉച്ച കഴിഞ്ഞതോടുകൂടി തിരക്ക് കൂടും അല്ലേ? അരുൺകുമാർ, ഇപ്പോൾ എത്തുന്ന അയ്യപ്പ ഭക്തർക്ക് സന്നിധാനത്തേക്ക് കടന്നു പോകാം, യഥാസമയം കടന്നു പോകാം, ഒരു രീതിയിലുള്ള തടസ്സവുമില്ല. അതുകൊണ്ട് തന്നെ പമ്പാ സ്നാനത്തിന് വേണ്ടി ഇവിടെ നിലയുറപ്പിച്ചിട്ടുള്ള വിരിവെച്ചിട്ടുള്ള അയ്യപ്പ ഭക്തർ മാത്രമാണ് ഇവിടെ ഉള്ളത്. നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അല്ലാതെ അതായത് ഇനി 10 മണി കഴിയുമ്പോഴായിരിക്കും വലിയ രീതിയിലുള്ള തിരക്കിലേക്ക് വരുന്നത്. കാരണം അയ്യപ്പ ഭക്തർക്ക് ഇവിടെ എത്തുന്ന അയ്യപ്പ ഭക്തർക്ക് ഇവിടെ തന്നെ തങ്ങേണ്ടി വരും. സന്നിധാനത്തേക്ക് കടന്നു പോകാൻ വേണ്ടി കഴിയില്ല എന്നുള്ളതാണ്. എന്തായാലും കന്നി അയ്യപ്പന്മാരും മാളികപ്പുറങ്ങളും ഒക്കെ തന്നെ ഇവിടെയുണ്ട്. എല്ലാ രീതിയിലുള്ള സുരക്ഷ ഇവർക്ക് വേണ്ടി മൈക്ക് അനൗൺസ്മെന്റുകൾ, അതുപോലെ തന്നെ വിരിവയ്ക്കുവാനുള്ള സൗകര്യങ്ങൾ, ബലിപീഠങ്ങൾ, ബലിയർപ്പിക്കുന്നതിന് വേണ്ടി അങ്ങനെ എല്ലാ രീതിയിലുള്ള ക്രമീകരണങ്ങളും സുരക്ഷാ സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. വനിതാ പോലീസ് ഉൾപ്പെടെ, അതായത് എത്തുന്ന കന്യായ്യപ്പന്മാർക്കൊക്കെ തന്നെ കയ്യിൽ ടാഗ്, കൃത്യമായി അവരുടെ ഫോൺ നമ്പരും പേരും എഴുതി അവർ കൂട്ടം തെറ്റി പോകാതിരിക്കുവാൻ വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ അവർ നടത്തുന്നത്. അതിനുശേഷം മാത്രമായിരിക്കും പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് കടത്തി വിടുക. ഏതെങ്കിലും സാഹചര്യത്തിൽ കൂട്ടം തെറ്റിയാൽ അവരുടെ രക്ഷകർത്താക്കളുടെ അല്ലെങ്കിൽ ഗുരുസ്വാമിയുടെ ഫോൺ നമ്പർ ആ കയ്യിൽ ടാഗിൽ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കും. അവരെ വിളിച്ചറിയിച്ച് കൊണ്ടുപോകുവാനുള്ള ഒരു ക്രമീകരണം. ഇങ്ങനെ പഴുതടച്ച് ഒരു സുരക്ഷാ ബുദ്ധിമുട്ടുകളുമില്ലാതെ എല്ലാ രീതിയിലുള്ള ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഇന്നലെ ദേവസ്വം ബോർഡ് മന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇവിടെയുണ്ട്, സന്നിധാനത്ത് ഉണ്ട്, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉണ്ട്, പോലീസ് ഉന്നത ഉദ്യോഗസ്ഥരുണ്ട്. ഇങ്ങനെ എല്ലാ രീതിയിലും ഈ തിരുവാഭരണ വിഭൂഷകനായിട്ടുള്ള അയ്യപ്പനെ കാണുവാൻ വേണ്ടി എത്തുന്ന ഭക്തജനങ്ങൾക്ക് വേണ്ടി സൗകര്യങ്ങൾ കൃത്യമായി തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അവർക്ക് പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് പോകുന്ന ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ കാനനപാതയിൽ ഒന്നും തന്നെ ഉണ്ടാകാതിരിക്കാനുള്ള ഒരു ക്രമീകരണങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ടായിരുന്നു.